അധ്യാപകർക്ക് ചൂരൽ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഒരു അധ്യാപകൻ കൂടിയായ താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഇതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഞാൻ ഈ പറയുന്ന അടിച്ചൊക്കെ പിള്ളേരെ നന്നാക്കുക എന്നുള്ള രീതിക്ക് ഞാൻ പൊതുവെ എതിരാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സഹിച്ചതുമാണ്. ഞാൻ രണ്ട് രീതിയിൽ സഹിച്ച ഒരാളാണ്. ഒന്ന്, ഞാൻ വീട്ടിൽ ഭയങ്കര ബുദ്ധിയാണ്, സ്കൂളിൽ ഭയങ്കര പാവമായിരുന്നു. അപ്പം ഒരിക്കലും എനിക്ക് തോന്നുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മളെ മലബാറല്ലേ എന്തോന്ന് V4 എന്നിങ്ങനെ അധ്യാപകൻ ചോദിച്ചു വന്ന സമയത്ത് ഞാൻ ബാൻ എന്നുള്ളതാണ്, പക്ഷേ നമ്മളെ ബാൻ എന്നോ എങ്ങനെ എന്നെ തല്ലി. എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഡിഗ്രി പഠിക്കുന്നത് എന്തിനാണ് ഇയാൾ എന്നെ തല്ലിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അധ്യാപക സംഘടനയുള്ള ആളും എൻ്റെ വാപ്പ അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ അതിനെ പിന്നെ കളിച്ചിട്ടുണ്ടാവും. അപ്പം ബാൻ എന്നുള്ള ഞാൻ ബാൻ എന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്താണ് ഇപ്പോൾ നമുക്കറിയാം, മലബാറിലെ ഒരു പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ കൃത്യമായി വരണമെന്ന്, എന്താണ് ഉദ്ദേശം എന്ന് കൃത്യമാണ്. ഇത് മനസ്സിലാക്കി അദ്ദേഹം തല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ തല്ലില്ല, പക്ഷെ അയാൾ എന്നിട്ട് എന്നെ തല്ലി. എനിക്ക് എന്നിട്ട് എന്തുകൊണ്ട് തല്ലിയെന്ന് പറഞ്ഞില്ല, കാരണം പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അന്നും ആണെങ്കിൽ ഇതൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകില്ല. വാപ്പാടെ എന്നാൽ വലിയ പ്രശ്നമായി, വാപ്പാട് പറഞ്ഞില്ല. അപ്പോൾ 1-2 കാര്യം വന്നിട്ട് വലിയ പ്രശ്നമായിപ്പോയി. കാരണം വാപ്പ തരാൻ അനീതിയൊന്നും കണ്ടു നിൽക്കില്ല. അങ്ങനെ രീതി അന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മാതാപിതാക്കൾ ഒരു കാര്യമില്ലാതെ പിള്ളേരെ തല്ലുന്ന ഒരുപാട് മാതാപിതാക്കൾ. അവർക്ക് കള്ളു കുടിച്ച് വന്ന് ദേഷ്യം തീർക്കുക പിള്ളേരോടായിരിക്കും. ഭർത്താവും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ദേഷ്യം തീർക്കുക പിള്ളേർക്ക് എന്തിനാണ് തല്ലുന്നത് പോലും അറിയില്ല. എനിക്കൊക്കെ വിടുന്നിട്ട് അടിയെന്ന് വെച്ചപ്പം വാപ്പാനൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. വേറെ ഏതെങ്കിലും പയ്യന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആളുകൾ വിചാരിക്കും ഞങ്ങളെ ഇഷ്ടം കള്ളുടിമാരുണ്ടായിരുന്നു. ഈ കള്ളുടിമാർ വിചാരിക്കും എന്താ ഞാനാണെന്ന് വിചാരിക്കും. ഞാനാ കളിക്കുന്നിടത്തിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് വാപ്പാടാ നിങ്ങളെ മോനെ പ്രശ്നം. വാപ്പ പൊതുവെ അങ്ങനെ അടിക്കാത്ത ആളാണ്. പക്ഷേ അങ്ങനെ പുറത്തുള്ളവരെ കൊണ്ട് പറയുമ്പോൾ വാപ്പാക്ക് ഭയങ്കര പ്രശ്നമാണ്. വാപ്പ ഭയങ്കരമായി തല്ലും. എന്നിട്ട് പിന്നെ വന്ന് എനിക്ക് എണ്ണ കൊണ്ട് പോയി പിന്നെ ബിരിയാണിയൊക്കെ മേടിച്ചു തരും, സിനിമയ്ക്ക് പൈസയൊക്കെ തരും. ബട്ട് അതൊരു എനിക്കൊരു ലോജിക്ക് ഇപ്പോഴും മനസ്സിലാക്കുക. അല്ല നാളെ എന്തെങ്കിലും പറഞ്ഞ് ഇവൻ കള്ളും കുടിച്ചെടുക്കും വേറെ എൻ്റെതായ ഹൈറ്റും വെയിറ്റുള്ള ഞാൻ വീട്ടിൽ മാത്രമേ പ്രശ്നക്കാരുണ്ട്. വീട്ടിൽ ഭയങ്കര ഉറുതിയായിരുന്നു, ഞാൻ കാണിക്കാത്ത ഉറുതി. പക്ഷേ നാട്ടിലും സ്കൂളൊക്കെ ഞാൻ പാവമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ വേണ്ടതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ റെസ്ട്രിക്ഷൻ കൂടിപ്പോയത്. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ പിള്ളേരെ വാക്കുകൊണ്ട് പോലും അബ്യൂസ് ചെയ്താൽ പിള്ളേരെ ഗവൺമെൻറ് എടുത്തുകൊണ്ട് വെച്ച് വളർത്തും. അങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരി പെട്ടുപോയത്. അതിനെപ്പറ്റി റാണി മുഖർജിയുടെ ഒരു സിനിമയുണ്ട്. ഒരു കുട്ടികളെന്തോ ശാസിച്ചു, കുട്ടികൾ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചെന്ന് പിള്ളേരെ അവരെ എടുത്തുകൊണ്ട് ഗവൺമെൻറ് എടുത്തുകൊണ്ട്. അതവിടെ വളരെ ചെറിയൊരു പോപ്പുലേഷനും വളരെ മോഡേണൈസ്ഡ് മച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ്. അവിടെ അത് നടക്കും. ഇന്ത്യയിൽ പക്ഷേ പൂർണ്ണമായി ഇത് മാറ്റി നിർത്തുന്ന പിള്ളേർക്ക് ഒരു ഭയമില്ലാതെ വരും. ഇവിടെ വലിയൊരു പോപ്പുലേഷനും ഒരു ഡെവലപ്പിംഗ് നാഷനാണ് നമ്മളിപ്പോൾ സാമ്പത്തികമായി കേരളം കുറച്ച് പുരോഗമിച്ചത്, മാനസികമായി ഇനി നമ്മൾ ഒരുപാട് വളരാനുണ്ട്. ആ തലത്തിലേക്ക് നമ്മൾ വളരാനുണ്ട്. മാനസികമായും സാംസ്കാരികമായും നമ്മൾ ഒരുപാട് വളരാനുണ്ട്. അപ്പം ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് നമ്മൾ ഭേദമാണ്. മെട്രോ സിറ്റി അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ എന്താണ് യാഥാസ്ഥികരാണ്. ഇപ്പം ബാംഗ്ലൂരിനൊക്കെ അപേക്ഷിച്ച് നമ്മൾ യാഥാസ്ഥികരാണ്. ബീഹാറിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് മുന്നിലുമാണ്. അപ്പം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ നമ്മളെ വീടുകളിലേക്കെല്ലാം തന്നെ ഒരു അപരിചിതനായ പരിചിതം കടന്നു വന്നത്, മൊബൈൽ ഫോൺ. പിള്ളേരെ കയ്യിൽ ഇതെല്ലാം ഇതുണ്ട്. ഈ പിള്ളേർ ലോകത്തിൻ്റെ നമ്മളെക്കാട്ടും അവർ ശ്രദ്ധിക്കും. പിള്ളേർ വളർന്നു വരുന്ന ഒരു 18 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർ നമ്മളെക്കാട്ടും അവർ ശ്രദ്ധിക്കുക അധ്യാപകരെയും പുറത്തുള്ള ആളുകളെയാണ്. അവർ പറയും, നമ്മളിപ്പോൾ പറയാനൊന്നും പകലാന്ന് അവർ വിശ്വസിക്കില്ല. പക്ഷേ അധ്യാപകൻ പറയാം പകലാന്ന് സാറ് പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കോളേജ് പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ സ്കൂളിൽ നിന്ന് എന്തോ ഒരു കാര്യം തെറ്റ് പറഞ്ഞെടുത്തു. അപ്പോൾ അതേ വിഷയം തന്നെയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മോളെ അങ്ങനെയല്ല എങ്ങനെയാണെന്നോ അങ്ങനെ ഇതിനെപ്പറ്റി നല്ല ധാരണയുള്ള ആളാണ്. അവർ കൊച്ചു അമ്മയ്ക്കുന്നത് സാർ അങ്ങനെയല്ല പറഞ്ഞത്. ഈ സ്കൂൾ പഠിക്കുന്ന ഈ സാറ് ഇതിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഇദ്ദേഹത്തിനെക്കാട്ടും എക്സ്പേർട്ടാണെന്നാണ് ആ കൊച്ചു ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പിള്ളേർ അങ്ങനെ പിള്ളേർക്ക് അച്ഛനെ അമ്മയേക്കാൾ കൂടുതൽ അവരെ പ്രാമാണികത കൽപ്പിക്കുന്നത് അധ്യാപകർ ഗുരുക്കന്മാർക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ യൂറോപ്യൻ സൊസൈറ്റി പോലെ പൂർണ്ണമായിട്ടും ചില സമയത്ത് അടിക്ക് മാത്രം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചില കാര്യം. പക്ഷേ മാരകമായിട്ടൊന്നും അടിക്കരുത്. ചില നാളുകളൊക്കെ തല്ലുന്ന കണ്ടാണ്ടല്ലോ. എൻ്റെ വാപ്പയൊക്കെ ഇങ്ങനെ ഈർക്കലെടുത്തിട്ട് കാലിൽ താഴോട്ട് അടിക്കണം. പക്ഷേ എൻ്റെയൊക്കെ ചില ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ നിന്നിട്ട് അടിയടി ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീകരമായ മതം നടക്കുന്ന സ്ഥലം മദ്രസയായിരുന്നു. മദ്രസകളിലെ അന്നത്തെ ഇപ്പോഴല്ലോ ഞങ്ങളെ അധ്യാപകന്മാർക്ക് വലിയ ധാരണമൊന്നുമില്ല. 4ാം ക്ലാസ് പോയിട്ട് പിന്നെ ദിവസം പോയിട്ട് പഠിച്ചു വരുന്നത് പഠിപ്പിക്കുന്ന എന്താ പോലും ഇവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, നല്ലൊരു വിഭാഗം. അപ്പോൾ ഇവർ വന്ന് ഇതിങ്ങനെ അറബിയിൽ ഇങ്ങനെ ഓതി കൊടുക്കും. നമ്മളിങ്ങനെ ഓത്ത് അങ്ങനെ തന്നെ പഠിക്കും, ഈ വേദം പഠിക്കുന്ന പോലെ. ഇതിന് അർത്ഥം അറിയില്ല. പക്ഷേ ഞാനിതിൻ്റെ അർത്ഥം ചോദിക്കും. അങ്ങനെ ഇവന്മാർക്ക് എന്നോട് പ്രശ്നമായിരുന്നു.
എന്നെ മറങ്ങാൻ മതി എന്നെയും പക്ഷേ കാലിൻ്റെ താഴോട്ടൊക്കെ മർദ്ദിച്ചിട്ടുള്ളൂ, ഒരാളെ നോക്കിയേ മർദ്ദിക്കുള്ളൂ. സ്കൂളിൽ തന്നെ B.Ed ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചുകൂടി അധ്യാപകർ മച്യൂർഡാണ്. ഇതല്ല, വളരെ റോവാണ്, സോഫ്റ്റ് ആണ്. ഇത് പക്ഷേ കുറച്ച് റഫാണ്. അപ്പോൾ അത് മാറിയാണ്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കിയ നല്ലതാണ്. ഈ പറഞ്ഞ ക്രൂരമായ മർദ്ദനവും കാര്യങ്ങളൊക്കെ, ഡെസ്കിന്റെ മുകളിൽ കയറി നിൽക്കുക, അന്നത്തെ അധ്യാപകരുടെ കയറ്റി നിർത്തുക, അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ കുട്ടികളെ ഡീമോറലൈസ് സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളാണെങ്കിൽ ഫീ അടച്ചിട്ടില്ലെങ്കിൽ പിള്ളേരെ പുറത്ത് നിർത്തിക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല കേട്ടോ. ഇപ്പം അവർ വെച്ചാൽ വീട്ടിലേക്ക് പിള്ളേരെ രീതിയിൽ ഉപദ്രവിക്കില്ല, വീട്ടിലേക്ക് കത്തയക്കുകയും പിന്നെ TC കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അല്ല അടുത്ത രജിസ്റ്റർ ചെയ്യില്ല, അത്തരം പ്രശ്നങ്ങളാണ്. അല്ലെ പിള്ളേരെ സ്കൂളിൽ നിന്ന് പുറത്തു നിന്ന പരിപാടി ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നമ്മുടെ സൊസൈറ്റി ഇനിയും കുറച്ച് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആ സമയത്ത് മിതമായ രീതിയിലുള്ള ശിക്ഷ, ചൂരൽ പ്രയോഗങ്ങളൊക്കെ ഒരു പിള്ളേർക്ക് നല്ലതാണ്. ഒരു പേടി ഉണ്ടാവും, ചെറിയൊരു പേടി നമുക്ക് വേണം. ചെറിയ പേടി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ആപത്തുകൾ കാണുമ്പോൾ അതൊരു ആപത്താണെന്നും അത് പേടിക്കണം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ നാട്ടിലെ സ്കൂളുകളുടെ രീതിനെ ക്ലാസ്സിൽ കയറരുത്, എന്താ ഒന്നൊന്നും മാറല്ലോ സ്കൂളിന്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് 2A നിന്ന് 2B കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ ആ ക്ലാസ് ലീഡർ എഴുതി, ഞാനൊക്കെ ആയിരുന്നു ക്ലാസ് ലീഡർ എഴുതി വെക്കും. എന്നിട്ട് ആ കയറിയ കുട്ടിയെ ചെറുതായിട്ട് അടിക്കും. എനിക്കൊക്കെ എപ്പോഴും ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിർത്തികളിലേക്ക്, ഞാൻ നിങ്ങളെ പറഞ്ഞു ഞാൻ ക്ഷേത്രങ്ങളിൽ കയറാറില്ല. എന്തുകൊണ്ട്? അത് ഹിന്ദുസിൻ്റെ സ്ഥലമാണ്. എനിക്ക് ഹിന്ദുസിൻ്റെ വലിയ കാര്യമാണ്. എനിക്ക് ഞാൻ മറ്റേ പള്ളികളിൽ കയറാറില്ല, ക്രിസ്ത്യൻ പള്ളികൾ. എനിക്ക് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് വലിയ ഇഷ്ടമാണ്. പക്ഷേ അത് അവരുടെ കേന്ദ്രമാണ്. അവരെ അനുവദിക്കുകയാണെങ്കിൽ വിളിച്ചാൽ മതിയാവും. അങ്ങനെ ആ ക്ലാസ്സിലെ ടീച്ചർ വിളിച്ചാൽ നമുക്ക് അങ്ങോട്ട് സ്വയം നിയന്ത്രണം വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്റേണലൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ വലിയൊരു തെറ്റ് നമുക്ക് ചിലപ്പോൾ 2 അടി കിട്ടുമ്പോൾ ചിലപ്പോൾ അത് ബോധ്യപ്പെടും. അടി കിട്ടി നന്നായി പോയ ആളുകളുണ്ട്, അച്ഛനോട് അടി കിട്ടിയിട്ട് പിന്നെ ഇനി അങ്ങോട്ട് അച്ഛൻ്റെ വാശി പിടിച്ചിട്ട് പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിലുള്ള, പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ചില അധ്യാപകരും ചില അങ്ങനെ ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് വലിയ വാർത്തയാക്കി ഈ അധ്യാപക സമൂഹത്തെ വേട്ടയാടുന്ന ഒരു ശീലം ഇടക്കാലത്ത് കേരളത്തിൽ അല്ല. അതിപ്പോ ഈ ന്യൂസ് ചാനലുകളും ഈ ഓൺലൈൻ ചാനലുകളും വന്നതിന് ശേഷം അവർ അധ്യാപന മാത്രമല്ല, സിനിമക്കാർ അവരാരെ വേട്ടയാടാത്തത്. അവർക്ക് ന്യൂസ് കിട്ടുന്ന എന്തും അവർ വേട്ട, അതിന് അതർ സൈഡ് അവർ കാണില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരാളെ തല്ലിയതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ല ഏതെങ്കിലും രീതി വെർബലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരിക്കാം തല്ലേണ്ട ഒരു സാഹചര്യം വന്നു. നിങ്ങളൊരു ഓഫീസറാണ്, അവനെ സാധാരണക്കാരാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ആ സാധാരണക്കാരനെ കൊടുക്കും. ശരിക്കും ആ സാധാരണക്കാരായിരിക്കും ക്രിമിനലിൻ്റെ, ഈ ഓഫീസറിനെതിരാവും. അങ്ങനെ ഒരു പൊതുധാരണ. എനിക്ക് ഒരു സംഭവം ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താൻ, 2019 തോന്നുന്നു, ഒരു ചെറിയ കുട്ടി, പെൺകുട്ടി, ഈ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അവരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടി എന്തോ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുവന്ന് മരിച്ചു. ഈ മരിച്ച കുട്ടിയുടെ ശരീരത്തിൽ എന്തോ ഒരു അടിയിലെ പാട് കിടന്നു. ശരീരത്തിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ അന്നത് നമ്മുടെ ഒരു വാർത്താ ചാനൽ വലിയ വാർത്തയാക്കി ആ കുട്ടിയുടെ അമ്മയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ആ കുട്ടിയുടെ ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണം രോഗമാണ് എന്ന് നിർണയിച്ചതിന് ശേഷമാണ് ആ അമ്മ, അതുവരെ വീട്ടിലാണെങ്കിൽ പോലും ഒരു പോലീസ് കസ്റ്റഡി, ഹൗസ് അറസ്റ്റ് എന്ന് വേണം. നമ്മുടെ നാട്ടിലെ പ്രശ്നം അതാണ്. ഈ നമ്മൾ യൂറോപ്യൻ രീതിയിൽ ചിന്തിക്കുകയും ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ആർത്തി കൂടുകയും ചെയ്യുന്ന പ്രശ്നം എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ തന്നെ കുറേ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇത്തരം ന്യൂസ് ഉണ്ടാ ശ്രദ്ധിക്കുമല്ലോ, അതല്ലേ പ്രശ്നം. അതാണ് കാര്യം. അതിൻ്റെ വരുംവരായികളോ മറ്റോ ആലോചിക്കില്ല. അപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഏരിയയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സ്കൂൾ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാമുകൻ ഒരു ബസ് ക്ലീനറോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പോൾ കുട്ടിയെ കത്തൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അത് മീഡിയ എന്ന് പറഞ്ഞാൽ മീഡിയ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ മീഡിയനെല്ലാം കുറ്റം പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപറ്റി, അപ്പം മീഡിയക്കാർ ഇവരൊക്കെ നമ്മളെ സുഹൃത്ത് ഞാൻ അന്വേഷിച്ചു എന്താ. അപ്പം കാര്യം എന്ന് വെച്ചാൽ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ വലയപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ഇത് മൊത്തം പുറത്ത് വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അറിയാം, ഇത് പോലീസുകാരുടെ ഇത് ലീക്കാവും, ആ കുട്ടികളുടെ ജീവിതം മൊത്തം നശിക്കും. അതുകൊണ്ടാണ് മീഡിയ അത് വലിയ രീതിയിൽ അങ്ങനെ ഒരു, അത് തെറ്റാണെന്ന് വെച്ചാൽ ചെയ്ത് തെറ്റ്, അങ്ങനെയാണോ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ആ ചെയ്തതിൽ ഒരു വിവേകമുണ്ട്, അല്ലെ ഒരുപാട് കുട്ടികളുടെ ജീവിതം പ്രായോഗികമായ ഒരു. പക്ഷെ ആ വീട്ടുകാർക്ക് ഇപ്പോഴും ആ വിഷമമുണ്ട്, പോലീസും വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം എന്നോട് അടുത്ത് വന്നപ്പോൾ എനിക്ക് ആ മീഡിയ പറഞ്ഞത് ശരിയെന്ന് തോന്നി. കാരണം ഞാൻ ചില ആളുകൾ ഇതാണ് അതിൻ്റെ വിഷയം. അവർ അന്വേഷിച്ചപ്പോൾ ലോക്കലി കിട്ടുന്ന ഒരു വിവരം ഇതാണ്. അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ചില അധ്യാപകരുണ്ട് കേട്ടോ, ഈ പറയുന്നത് പോലെ കുട്ടികളെ ഭീകരമായി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ച ഒരു സ്കൂളിൽ, ഏത് സ്കൂളാണ് ഞാൻ പറയുന്നില്ല, ഉന്നത സ്കൂളല്ല, താഴത്തെ സ്കൂൾ, എൻ്റെ വാപ്പ നാട്ടിലെ കോൺഗ്രസിന് അധ്യാപകർ
ഇടതുപക്ഷക്കാരായതുകൊണ്ടും കോൺഗ്രസ് തന്നെ വാപ്പ നേരും നിറയുള്ളൊരു കോൺഗ്രസ് തന്നെ കോൺഗ്രസ് അധ്യാപകർ ആ ദേഷ്യം പലപ്പോഴും എന്നെ തീർത്തിട്ടുണ്ട്. എന്നോട് ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും ഒരു കലോത്സവത്തിലും പങ്കെടുത്തിട്ടില്ല. എന്നെ തന്ത്രപരമായിട്ട് ഒഴിവാക്കിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നന്നായി പഠിക്കുന്നത്, ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയി. ഞാനത് നമുക്ക് പൊളിറ്റിക്സ് നമ്മളെ ബ്ലഡിലുണ്ടല്ലോ, ഞാനത് ജയിക്കാൻ സാധ്യതയില്ലാത്ത മനസ്സിൽ ഞാൻ ജയിച്ചു. എന്നെനിക്ക് വേണം അത് വോട്ട് എണ്ണുമ്പോൾ ഒരു കോൺഗ്രസ് തന്നെ അധ്യാപകൻ വാപ്പാൻ്റെ ശത്രുവാണ് വേറൊരു അധ്യാപകൻ ഈ വോട്ട് ഞാൻ ജയിക്കുമെന്ന് ആയപ്പോൾ ഇവരിങ്ങനെ മോഹമല്ലാതായി. എന്നിട്ട് തരം കിട്ടുമ്പോൾ എന്നെ അപമാനിക്കരുത്. പിന്നെ ഞാൻ അടുത്ത സ്കൂളിൽ പോയ സമയത്താണ് പിന്നെ ഞാൻ സബ് ജില്ല ഇതിലൊക്കെ മത്സരത്തിനൊക്കെ പോയി പ്രസംഗത്തിനും കഥാരചനയ്ക്കും ഒക്കെ എനിക്ക് സമ്മാനം കിട്ടി. യൂണിവേഴ്സിറ്റി ഡിബേറ്റിന് കിട്ടി, ക്വിസിന് കിട്ടി, ഒക്കെ കിട്ടിയത്. അങ്ങനെയുള്ള കുറേ അധ്യാപകരും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ടൂറിൻ്റെ പേരിലൊക്കെ വലിയ പൈസ ഉണ്ടാക്കുന്ന അധ്യാപകരും ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ വിഭാഗമേ ഉള്ളൂ. പക്ഷേ ഈ ഒറ്റപ്പെട്ട അവരെ കൂടി തിരുത്താൻ പറ്റണം. അങ്ങനെ അധ്യാപകൻ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ പുറത്തെന്തോ ആയിക്കോ, അത് നിങ്ങളുടെ ലൈഫാണ്, രാഷ്ട്രീയം എന്തൊക്കെ. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റുഡൻസിനോടും അവിടെ നിങ്ങൾ ബിഹേവ് ചെയ്യണം. പിന്നെ പിള്ളേരെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി പാമ്പ് കടിയിട്ട് മരിച്ചില്ലേ, ഞാനാണ് കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ആ അധ്യാപകനെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ ഇട്ടേ എനിക്ക് പറ്റിയെങ്കിൽ. കാരണം ആ കുട്ടി എന്തോ കടിച്ചു തന്നിട്ട് അവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞതാണ്. ഇവർ വളരെ നിരുത്തരവാദപരമായിട്ട് അയാൾ നമുക്കത് തിരിച്ചു കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുക? അപ്പോൾ കോടതി പറഞ്ഞത് നല്ലതാണ്, ചെറിയ ശിക്ഷണ രീതികളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹമ്മുറബി കോഡ് തന്നെ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇത്ര സെൻസ് കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായി പെരുമാറുന്ന അധ്യാപകർ, ഇവർക്കൊക്കെ ഏറ്റവും ശക്തമായ പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. കാരണം അത് പാഠമായിരിക്കണം. ഒരു സംഘടനയും രക്ഷപ്പെടുത്താൻ പോയത്. അതേസമയം വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന ചെറുതായിട്ട് ശാസിക്കുകയും വേണം. അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ മീഡിയ കാണിച്ചൊരു വിവേകം ഉണ്ടല്ലോ, അത് നമ്മൾ കാണിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.